ഇന്ന് ഗ്രൂപ്പിൽ ഇട്ടതിന്റെ അർത്ഥം മനസ്സിലായെന്തെങ്കിലും? ഇന്ന് ഗ്രൂപ്പിൽ ഇട്ടതിന്റെ കാര്യം മനസ്സിലായെങ്കിലും? ഏനിയോൺ ഈ പറഞ്ഞ ഒരിക്കൽ ഇത് വിജയിക്കാൻ ഉറച്ചൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എന്താ എല്ലാവരും പറയേ, നിങ്ങൾ ഒരിക്കൽ വിജയിക്കാൻ ഒരു ഉറച്ച തീരുമാനം എടുത്താൽ പിന്നെ ഒരിക്കലും പരാജയങ്ങൾ നിങ്ങളെ തേടിയെത്തില്ല. ശരിയല്ലേ? ആണോ? വായിച്ചു ആരെങ്കിലും അത്? ഞാൻ ഒറ്റൊരു കാര്യം ഇട്ടോളൂ. കണ്ടായിരുന്നു ആരെങ്കിലും? എന്താ എന്നിട്ടിരിക്കുന്നത്? ഇപ്പൊ ഈ പറഞ്ഞ് വിജയിക്കാൻ ഉറച്ചൊരു തീരുമാനത്തിൽ കഴിഞ്ഞാൽ പിന്നെ പരാജയങ്ങൾ ഒരിക്കലും വരത്തില്ല അല്ലേ? പരാജയങ്ങൾ ഒരിക്കലും തേടി വരത്തില്ല. സത്യം ഒരു കാര്യമല്ലേ അത്? ഒരു തീരുമാനം എടുത്താൽ മാത്രം. ശരിയല്ലേ? 100% അല്ലേ? ശരിയാണ്. സ്റ്റാർട്ട് ചെയ്യാം. ഒരു കുഞ്ഞു ടോപ്പിക്ക് 1 മാർക്ക് കിട്ടും. സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഒരു കുഞ്ഞു ടോപ്പിക്കാണ്, പക്ഷെ 1 മാർക്ക് കിട്ടും. വേണ്ടേ? ഞാൻ പറഞ്ഞ പോലെ ഒരു കുഞ്ഞു ടോപ്പിക്കാണ്, പക്ഷെ 1 മാർക്ക് കിട്ടും. 1 മാർക്ക് ഉറപ്പിച്ച് കിട്ടും. വേണ്ട? 1 മാർക്ക് വേണോ? 1 മാർക്ക് വേണം. ഞാൻ പറഞ്ഞതാണ്. 1 മാർക്ക് ഉറപ്പായി കിട്ടും. 1 മാർക്ക് ഇവിടെ നിന്ന് ഉറപ്പായിട്ട് കിട്ടും. ദ ടോപ്പിക് ഈസ് ദ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇൻ ദ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ 1 മാർക്ക് കിട്ടുന്ന ഒരു ഭാഗമാണ്. ജസ്റ്റ് 1 മാർക്കായാലും ഇമ്പോർട്ടന്റ് അല്ലേ? 1 മാർക്കായാലും ഇമ്പോർട്ടന്റ് അല്ലേ? 1 മാർക്ക് ഉറപ്പായിട്ട് കിട്ടും. ഇൻ ദ ഹെൽത്ത് എഡ്യൂക്കേഷൻ ടോപ്പിക്ക് എവിടെയും കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും എവിടെയെങ്കിലും സാധാരണ പഠിക്കുമ്പോൾ, കമ്മ്യൂണിറ്റി പഠിക്കുമ്പോൾ ഇന്നത്തെ ഡിസീസ് കണ്ടീഷൻ മാത്രം പഠിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരല്ലേ? ഇന്നത്തെ ഡിസീസ് കണ്ടീഷൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ടുന്ന ആൾക്കാരാണ്. പക്ഷേ ഇതിനാരും ഇത്രയും കാലം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. ശരിയല്ലേ? ഇത്രയും കാലം ഇത് ഹെൽത്ത് എഡ്യൂക്കേഷൻ ടോപ്പിക്കിന് ആരും അധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. പഠിച്ചിട്ടുണ്ടോ? ഇല്ല. സത്യം പറയും. പഠിച്ചിട്ടുണ്ടോ ഹെൽത്ത് എഡ്യൂക്കേഷൻ? ഇല്ല. ഒരു കുഞ്ഞു ടോപ്പിക്കാണ്, പക്ഷെ 1 മാർക്ക് ഉറപ്പായി കിട്ടും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. 1 മാർക്ക് ഇടയായിട്ടുള്ള ഒരു 10-12 എക്സാംസിന്, കുറച്ച് എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ കുറെ എക്സാം പേപ്പറിൽ 1 മാർക്കിന് ഇവിടെ ഒരു ചോദ്യം എപ്പോഴും ഉണ്ടായിരിക്കും. 1 മാർക്ക് കിട്ടത്തുള്ളൂ. ഞാൻ 1, 2, 3 ഒന്നും പറയത്തില്ല. 1 മാർക്ക് ഇവിടെ നിന്ന് ഉറപ്പിച്ച് കിട്ടും. അങ്ങനെയുള്ള ടോപ്പിക്കാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് ഇത് കോളേജ് നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് എല്ലാവരും ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ടോ? പണ്ട് കാലത്ത് ഇത് കോളേജ് ഓഫ് നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് എല്ലാവരും ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ടോ? എല്ലാം കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടോ? ഇത് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ പോയിട്ട്, ഇത് കമ്മ്യൂണിറ്റി ഏരിയയിലൊക്കെ പോയിട്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ടോ? ചോദിക്കും. ഇവിടെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ടോപ്പിക്കിൽ നിന്ന് ആദ്യം ഒരു ചോദ്യം വരുന്നതാണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഈ പറഞ്ഞ ഡെഫിനിഷൻ എന്തായിരിക്കും? ആർക്ക് പറയാം? ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്തിനാ കൊടുക്കുന്നത്? ഇപ്പൊ നമ്മൾ ഒരാൾക്ക് ഈ പറഞ്ഞ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്തിനാ കൊടുക്കുന്നത്? ഇപ്പൊ ഒരാളുടെ ഇന്നത്തെ ബിഹേവിയർ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയാണോ? ഞാൻ ഫുള്ള് മലയാളത്തിലേ പറയുന്നുള്ളൂ, ജസ്റ്റ് കേട്ടിരിക്കുക. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഒരാളുടെ ഈ പറഞ്ഞ ബിഹേവിയർ ഒരു ചേഞ്ച് വരുത്താൻ കൊടുക്കുന്നതാണോ? ഫസ്റ്റ് ചോദ്യം. ആണോ? ആലോചിച്ച് പറയുക. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരാളുടെ ബിഹേവിയർ ചേഞ്ച് വരുത്താൻ വേണോ? ആണ്. ആൻഡ് ഹെൽത്തിന്റെ റീസ്റ്റോറേഷൻ കൊടുക്കാറുണ്ടോ? ആൻഡ് ഹെൽത്തിന്റെ റീസ്റ്റോറേഷനും ആൻഡ് മെയിൻ്റനൻസും കൊടുക്കാറുണ്ടോ? ഈ പറഞ്ഞ ഹെൽത്ത് പ്രൊമോഷന് വേണ്ടി. പണ്ട് കാലത്ത് നിങ്ങൾ എപ്പോഴും കൊടുക്കുന്ന ടോപ്പിക് ആയിരുന്നു ഈ പറഞ്ഞ സിഗരറ്റ് സ്മോക്കിംഗ് അല്ലേ? ഓർമ്മയുണ്ടെങ്കിലും പണ്ട് ഈ പറഞ്ഞ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും കൊടുക്കുന്ന ടോപ്പിക് ഉണ്ട്. ഏതാ? സ്മോക്കിംഗ് കുറിച്ചല്ലേ അല്ലേ? അത് കൊടുത്തിട്ടുണ്ടോ? സ്മോക്കിങ്ങിനെ കുറിച്ച് ആരെങ്കിലും ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ടോ? പറയണം. ഉണ്ട്. സ്മോക്കിംഗ് കൊടുത്തിട്ടുണ്ട്, ആൻഡ് ആൽക്കഹോളിസം കൊടുത്തിട്ടുണ്ട്. കുറെ ടോപ്പിക്കുകൾ എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയായിരിക്കും? ആ ഇൻഡിവിജ്വലിന്റെ അല്ലെങ്കിൽ ആ പറഞ്ഞ ഒരാളുടെ അല്ലെങ്കിൽ
ആ ഒരു കൂട്ടത്തോടെ ഇരിക്കുന്ന ആളുകളുടെ എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടി? ദ ബിഹേവിയർ ചേഞ്ച് വരുത്താൻ വേണ്ടിയല്ലേ? അവരുടെ இந்த ബിഹേവിയർ മാറ്റം വരുത്താൻ വേണ്ടിയല്ലേ? ശരിയല്ലേ? ആ ഇരിക്കുന്ന ആൾക്കാർ മിക്കവാറും ആൾക്കാർ സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ആൽക്കോഹോൾ കൺസംപ്ഷൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരുടെ இந்த ബിഹേവിയറിന് മാറ്റം വരുത്താൻ വേണ്ടി ആൻഡ് ദ റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്തിനും വേണ്ടിയല്ലേ? ശരിയല്ലേ? അല്ലേ? റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്തും ആൻഡ് ദ പ്രൊമോഷൻ ഓഫ് ഹെൽത്തും വരുന്നില്ലേ അവിടെ? അവിടെ വരുമില്ലയോ? വരുമില്ലയോ? പറയുക. ഇവിടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഈ ഒരു ടോപ്പിക്കിൽ ഒരു ചോദ്യം കേരള പോലീസ് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് is the primordial prevention ആണോ, or the primary prevention ആണോ, secondary prevention ആണോ, or the tertiary prevention ആണോ? അതിന് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? ആര് കണ്ടിട്ടുണ്ട്? പറയുക. ദ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത് എന്ത് ലെവൽ ഓഫ് പ്രിവെൻഷനാ? ദ പ്രൈമറി ആണോ, പ്രൈമോഡിയൽ ആണോ, സെക്കൻഡറി ആൻഡ് ടെർഷറി ആണോ? തെറ്റിക്കരുത്. ഞാൻ പിന്നെയും പറയും, തെറ്റിക്കരുത്. എല്ലാവരും മിക്കവാറും ആൾക്കാർ இந்த പ്രൈമോഡിയൽ പറഞ്ഞു, മിക്കവാറും ആൾക്കാർ പ്രൈമോഡിയൽ പറഞ്ഞു. ശരിയാണോ? ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പ്രൈമോഡിയൽ ആണോ? അല്ല. ശരിയല്ലേ? ഹെൽത്ത് എഡ്യൂക്കേഷൻ ഒരിക്കലും പ്രൈമോഡിയൽ അല്ല. കാരണം എന്താ? ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്തുകൊണ്ടാണ് പ്രൈമോഡിയൽ അല്ലാത്തത്? പ്രൈമോഡിയൽ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈമോഡിയൽ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അസുഖം വരുന്നതിന് മുമ്പേ പ്രിവെന്റ് ചെയ്തതാണോ? ആണോ? അല്ല. ഇത് പ്രൈമോഡിയൽ എന്ന് പറഞ്ഞാൽ എന്താ? അല്ല, തെറ്റിക്കരുത്. ഞാൻ മാറ്റി മറിച്ചും പറയും. പ്രൈമോഡിയൽ എന്ന് പറയാൻ എന്താ? പ്രൈമോഡിയൽ റിസ്ക് ഫാക്ടേഴ്സിന്റെ എമർജൻസിന് മുമ്പേ പ്രിവെന്റ് ചെയ്യുന്നതല്ലേ? പ്രൈമോഡിയൽ എന്ന വാക്ക് കേൾക്കുമ്പോൾ ആലോചിക്കണം, റിസ്ക് ഫാക്ടേഴ്സിന്റെ എമർജൻസിന് മുൻപേ പ്രിവെന്റ് ചെയ്യുന്നതല്ലേ? ശരിയല്ലേ? അല്ലേ? ആണ്. അത് പ്രൈമറി എന്ന് പറഞ്ഞ എന്താ? അപ്പൊ പ്രൈമറി എന്ന് പറഞ്ഞ എന്താ? ഒരു അസുഖം വരുന്നതിന് മുമ്പ് എടുക്കുന്ന ആക്ഷൻ ആണോ, ഒരു അസുഖം വരുന്നതിന് തൊട്ട് മുൻപേ എടുക്കുന്ന ആക്ഷൻ ആണോ പ്രൈമറി എന്ന് പറഞ്ഞ? എസ് ഓർണോ? ഒരു അസുഖം വരുന്നതിന് തൊട്ട് മുൻപേ എടുക്കുന്ന ആക്ഷൻ ആണോ? ആലോചിച്ച് പറയുക. ഒരു അസുഖം വരുന്നതിന് തൊട്ട് മുൻപേ എടുക്കുന്ന ആക്ഷൻ എപ്പോഴും പ്രൈമറി ആണ്. ഒരു അസുഖം വരുന്ന മുമ്പേ എടുക്കുന്ന ആക്ഷൻ എന്ത് വിളിക്കാം? ഇറ്റ് ഈസ് പ്രൈമറി. അപ്പൊ പ്രൈമോഡിയൽ എന്ന് പറഞ്ഞാൽ എന്താ? റിസ്ക് ഫാക്ടറിന്റെ എമർജൻസി മുമ്പേ പ്രിവെന്റ് ചെയ്യുന്നത് എന്താ? അത് പ്രൈമോഡിയൽ. അവിടെ ചോദ്യം, മാസ് എഡ്യൂക്കേഷൻ വരുന്നത് എവിടെയാ? പ്രൈമോഡിയൽ ഓർ ദ പ്രൈമറി? ഞാൻ ടോപ്പ് വീലോട്ട് എത്തിയിട്ടില്ല, ക്വസ്റ്റ്യനാ പറയുന്നത്. അല്ല, മാസ് എഡ്യൂക്കേഷൻ, സ്മോക്കിംഗ് പ്രിവെന്റ് ചെയ്യുക. സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലങ് ക്യാൻസർ വരുമെന്ന് പറയുന്നത് പ്രൈമറി ആണോ, പ്രൈമോഡിയൽ ആണോ? പ്രൈമോഡിയൽ. ശരിയല്ലേ? പ്രൈമോഡിയൽ അല്ലേ? പ്രൈമോഡിയൽ. അടുത്തതാണ് നമ്മുടെ ഈ ടോപ്പിക്കിലോട്ട് വരുന്നത്. ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൈമറി ആണോ, പ്രൈമോഡിയൽ ആണോ? അടുത്താണ് ഈ ടോപ്പിക്ക് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വരുന്നത്. ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൈമറി ആണോ, പ്രൈമോഡിയൽ ആണോ? പ്രൈമറി. മറക്കരുത്, ഹെൽത്ത് എഡ്യൂക്കേഷൻ എപ്പോഴും പ്രൈമറി പ്രിവെൻഷൻ ആണ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ എപ്പോഴും പ്രൈമറി പ്രിവെൻഷൻ ആണ്. ആൻഡ് ദ മെഡിക്കേഷൻ എന്താ? പ്രൈമറി ആണോ, പ്രൈമോഡിയൽ ആണോ? മെഡിക്കേഷൻ എന്താ? പ്രൈമറി. ആൻഡ് ദ കൗൺസിലിംഗോ? കൗൺസിലിംഗ് സെക്ഷൻ അറിയാമല്ലോ. കൗൺസിലിംഗ് എന്താ? കൗൺസിലിംഗ് എന്തായിരിക്കും ഇവിടെ? പ്രൈമറി. അപ്പൊ നമ്മുടെ ഈ ടോപ്പിക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും?
is the primary level of prevention അല്ലേ? അവിടെയാണ് ഫസ്റ്റ് ചോദ്യം. നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് തുടങ്ങുന്നതിന് തൊട്ട് മുൻപേ വരുന്ന ഫസ്റ്റ് ചോദ്യം അതാണ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പ്രൈമറി ആണോ പ്രൈമോഡിയലാണോ? തെറ്റിക്കാതെ പറയുക, ചോദ്യം വരും. ഒരു മാർക്ക് ഷുവറായി കിട്ടുന്ന ടോപ്പിക്കാണ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പ്രൈമറി ആണോ പ്രൈമോഡിയലാണോ? The primary level of prevention അല്ലേ? The primary level of prevention and the counseling health education വരുന്ന വിഭാഗമാണ്. The counseling primary. So the health education is the definition എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആയാലും ഒരു ഗ്രൂപ്പ് ആയാലും അവരുടെ ബിഹേവിയറിന് മാറ്റം വരുന്നത് ശരിയല്ലേ? ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആയാലും ഒരു ഗ്രൂപ്പ് ആയാലും അവരുടെ എന്താണ് ബിഹേവിയറിന് മാറ്റം വരുത്തുക. ആൻഡ് ദ പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ഉണ്ടോ? ആൻഡ് ദ പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് ദ റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത് ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഹെൽത്തിന്റെ റീസ്റ്റോറേഷന് വേണ്ടിയും ഈ പറയുന്ന ഹെൽത്തിന്റെ റീസ്റ്റോറേഷന് വേണ്ടിയുള്ള ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ആണോ ഇത്? ആലോചിച്ച് പറയുക. இந்த ഹെൽത്തിന്റെ റീസ്റ്റോറേഷന് വേണ്ടിയുള്ള இந்த ബിഹേവിയറൽ മോഡിഫിക്കേഷൻ കൊടുക്കുന്ന ഒരു എഡ്യൂക്കേഷൻ ആണോ ഹെൽത്ത് എഡ്യൂക്കേഷൻ? ആൻസർ യെസ് ഓർ നോ. ഹെൽത്തിന്റെ റീസ്റ്റോറേഷന് വേണ്ടിയുള്ള இந்த ബിഹേവിയറൽ മോഡിഫിക്കേഷന് വേണ്ടിയുള്ള ഒരു എഡ്യൂക്കേഷൻ ആണോ ഹെൽത്ത് എഡ്യൂക്കേഷൻ? ആണ്. ശരിയല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ആ കാര്യം ഇത് പ്രവർത്തിക്കണ്ടല്ലേ? പഠിച്ചു കഴിയുന്നു, ഒരു സംഭവം പഠിക്കുന്നു, ഒരു ടോപ്പിക് പഠിക്കുന്നു, ആ ഒരു ടോപ്പിക്ക് ബന്ധപ്പെട്ട് കാര്യം നമ്മൾ ലൈഫിൽ ഇത് പ്രവൃത്തിയാക്കണ്ടേ? ഒരു ടോപ്പിക് പഠിക്കുന്നു, ആ ഒരു ടോപ്പിക്ക് ബന്ധപ്പെട്ട കാര്യം ലൈഫിൽ ഇത് പ്രവൃത്തിയാക്കണ്ടേ? അപ്പോൾ നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ ആ ഒരു പേഷ്യന്റോ ഓർ ദ ഗ്രൂപ്പ് ഓഫ് പീപ്പിളോ അവരുടെ ബിഹേവിയറിന് മാറ്റം വരുത്തണം. സോ ദ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇത്രയും കാര്യം കിട്ടിയോ? എല്ലാവരും കിട്ടിയോ? സിമ്പിൾ അല്ലേ? പഠിക്കാൻ സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണോ? ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പഠിക്കുക. ഹെൽത്ത് എഡ്യൂക്കേഷൻ വാക്ക് കേൾക്കുമ്പോൾ ഫസ്റ്റ് ഓർമ്മ വരേണ്ട കാര്യം ബിഹേവിയർ ചേഞ്ച് വരുത്തുക. ശരിയല്ലേ? ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന വാക്ക് ഫസ്റ്റ് കേൾക്കുമ്പോൾ മനസ്സിലായ കാര്യം ഇപ്പൊ നമ്മൾ ബിഹേവിയർ ചേഞ്ച് വരുത്തുക. ശേഷം പ്രൊമോഷൻ ഉണ്ടോ? ഈ പറഞ്ഞ പ്രൊമോഷൻ ഹെൽത്ത് ഉണ്ടോ? ഫസ്റ്റ് ബിഹേവിയറിന് മാറ്റം വരുത്തുക, ശേഷം പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ഉണ്ടോ? ശേഷം നമ്മുടെ ബിഹേവിയറിന് ആവശ്യമായ മോഡിഫിക്കേഷൻ വരുത്തുന്നുണ്ടോ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട്? ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബിഹേവിയറിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തുന്നുണ്ടോ? സ്മോക്കിംഗ് ഉള്ള ആൾ സ്മോക്ക് ചെയ്ത് കേട്ട് വിടണം അല്ലെ? വിടണം. സോ ഇവിടെ വെരി വെരി ഇമ്പോർട്ടന്റ് ഒരു കാര്യമുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ആദ്യം അറിയാമോ? ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഈ പറഞ്ഞ മാനേജ്മെന്റ് അറിയാമല്ലോ, ആ സബ്ജക്ട് അറിയാമല്ലോ. മാനേജ്മെന്റ് എന്നൊരു സബ്ജക്ട് അറിയാമല്ലോ, അവിടെ കുറെ പ്രിൻസിപ്പിൾ ഉണ്ടല്ലേ? അല്ലെ? മാനേജ്മെന്റ് എന്ന ടോപ്പിക്കിൽ അവിടെ കുറെ പ്രിൻസിപ്പിൾ ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾ ആണ്. അതുപോലെ തന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് കാര്യം പ്രിൻസിപ്പിൾസ് ആണ്. അറിയാമോ ആർക്കെങ്കിലും? യെസ് ഓർ നോ? ഒരു ചോദ്യം എപ്പോഴും ചോദിക്കാറുണ്ട്. ഹെൽത്ത് എഡ്യൂക്കേഷൻ ടോപ്പിക്കിൽ നിന്ന് ഇവിടെ ചോദ്യം വരുന്ന ഭാഗമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ ഹെൽത്ത് എഡ്യൂക്കേഷൻ. അറിയാമോ? യെസ് ഓർ നോ? ആൻസർ കമന്റ് ചെയ്യുക. ആർക്കെങ്കിലും ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രിൻസിപ്പിൾസ് അറിയാമോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അവിടെ ആൻസർ കമന്റ് ഏതാണ്ടോ? ആൻസർ ഉണ്ട്. അവിടെ ചോദ്യം വരും. ഞാൻ ചില ടോപ്പിക്കുകൾ എന്താണ് ചോദ്യം വരും എന്ന് പറഞ്ഞാൽ അവിടെ ചോദ്യം വരും. അവിടെ കേട്ടിട്ടുണ്ടോ? യെസ് ഓർ? കേട്ടിട്ടുണ്ട്, ഓർമ്മയില്ല. ശരിയല്ല? കേട്ടിട്ടുണ്ട്, ഓർമ്മയില്ല. സോ നോക്കാം. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ പ്രിൻസിപ്പിൾസ്
വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഫസ്റ്റ് വരുന്ന കാര്യം എന്താ? ഹെൽത്ത് എഡ്യൂക്കേഷന്റെ പ്രിൻസിപ്പിൾസ് നോക്കുമ്പോൾ ആദ്യം വരുന്ന വാക്കാണ് ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. എന്താ ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രിൻസിപ്പിൾസ് കുറച്ചുകൊണ്ട് പഠിക്കാൻ. അത് ഫസ്റ്റ് വരുന്ന കാര്യം ക്രെഡിബിലിറ്റി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഒരു ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് ഇത് ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ആർക്ക് പറയാം? ആൻസർ വരട്ടെ, ആൻസർ വരട്ടെ. ഇനി അറിയാൻ പറഞ്ഞൂടെ? അറിയാൻ പറഞ്ഞൂടെ? സയന്റിഫിക്കലി ആരോ പറഞ്ഞു it should be എവിഡൻസ് ബേസ്ഡ്. എവിഡൻസ് ബേസ്ഡ് സയന്റിഫിക് ആയിട്ടുണ്ടെങ്കിലും എവിടെയെങ്കിലും ഇതിന്റെ വാക്ക് കേട്ടിട്ടുണ്ടോ? സയന്റിഫിക് നോളജിനെ ബേസ് ചെയ്ത് കേട്ടിട്ടുണ്ടെങ്കിലും സയന്റിഫിക് നോളജിനെ ബേസ് ചെയ്തായിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ആ കൊടുക്കുന്ന മെസ്സേജ് ഇല്ലേ, ആ ഒരു പേഷ്യന് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് ഇല്ലേ, ആ ഒരു ടൈപ്പ് ഓഫ് മെസ്സേജ് എങ്ങനെ ആയിരിക്കണം? ഇപ്പോൾ ഒരു പേഷ്യന്റിന് നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന ഹെൽത്ത് എഡ്യൂക്കേഷൻ അകത്തുള്ള മെസ്സേജ് എങ്ങനെയായിരിക്കണം? 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 It should be based on സയന്റിഫിക് നോളജിന്റെ ബേസ് ആയിരിക്കണ്ടേ? നമ്മൾ കൊടുക്കുന്ന ഹെൽത്ത് എഡ്യൂക്കേഷൻ എപ്പോഴും എന്താണ് സയന്റിഫിക് നോളജിന്റെ ബേസ് ആയിരിക്കണം. അല്ലാതെ നമ്മൾ പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അവിടെ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയാതിരുന്നാൽ ശരിയാണോ? നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് പേഷ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് പറയുന്നത് എന്ന് നമുക്ക് തന്നെ അറിയാതിരുന്ന പറ്റോടെ? പറ്റും? ഇല്ല. അപ്പൊ എന്തായിരിക്കണം? നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യത്തെ നമ്മളൊരു കാര്യം പേഷ്യന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അതെപ്പോഴും സയന്റിഫിക് നോളജിനെ ബേസ് ഇരിക്കണ്ടേ? നമ്മൾ എന്ത് കാര്യം ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സമയത്ത് എന്ത് പറയുന്നോ അവയെല്ലാം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം എപ്പോഴും എന്തായിരിക്കണം? സയന്റിഫിക് നോളജിനെ ബേസ് ചെയ്തായിരിക്കണം. അപ്പോൾ അതിനെ പറയുന്ന വാക്കെന്താ? ഇത് ക്രെഡിബിലിറ്റി എന്ന് പറയാം. നമ്മൾ എന്താണോ പേഷ്യന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആ ഒരു പേഷ്യന്റുമായിട്ട് നമ്മൾ എന്താണോ ആ ഒരു ടോപ്പിക്കുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അതെപ്പോഴും സയന്റിഫിക് നോളജിനെ ബേസ് ചെയ്തായിരിക്കണം. അതിനെ പറയുന്ന പേരെന്താ? ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞൂടെ? ശരിയല്ലേ? ഫസ്റ്റ് പ്രിൻസിപ്പിൾ ക്ലിയർ ആയ? ഫസ്റ്റ് പ്രിൻസിപ്പിൾ ക്ലിയർ ആയ എല്ലാവർക്കും? ഫസ്റ്റ് പ്രിൻസിപ്പിൾ സയന്റിഫിക് നോളജ്. ആ പറയുന്ന ഫാക്ട്സും ആ നോളജും എല്ലാം എപ്പോഴും എന്താ സയന്റിഫിക് പ്രൂവ് ആയിരിക്കണ്ടേ? സയന്റിഫിക് നോളജിന്റെ അടിസ്ഥാനത്തിലാണ് എപ്പോഴും കൊടുക്കണേ. ശരിയല്ലേ? സയന്റിഫിക് നോളജിന്റെ അടിസ്ഥാനത്തിൽ എപ്പോഴും ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ക്ലിയർ ആയ എല്ലാവർക്കും? ഫസ്റ്റ് പ്രിൻസിപ്പിൾ ക്ലിയർ ആയ? പക്ഷെ എല്ലാരും പറയണം, ഈ ഗ്രൂപ്പിനകത്ത് ഇപ്പോൾ എല്ലാരും പറയണം. ഒരു ചോദ്യം ചോദിക്കും, എപ്പോഴും ഇത് പ്രിൻസിപ്പിളാ ചോദിക്കുന്നത് നിങ്ങളെ, ഇവിടുന്ന് പ്രിൻസിപ്പിളാ ചോദിക്കുന്നത്. സോ ദ ക്രെഡിബിലിറ്റി ക്ലിയർ ആയല്ലോ? സോ ദ ക്രെഡിബിലിറ്റി ക്ലിയർ ആയോ? എന്ത് സംഭവം എന്താ? ഒന്നുകൂടെ പറയാം. എനിക്ക് ചില കാര്യം ഒന്നുകൂടെ പറഞ്ഞു തോന്നുന്നു. എന്താ ഈ ഹെൽത്ത് എഡ്യൂക്കേഷനിൽ ഈ പറഞ്ഞ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കൊടുക്കുന്ന ഹെൽത്ത് എഡ്യൂക്കേഷനിൽ ഈ പറഞ്ഞ ക്രെഡിബിലിറ്റി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? നമ്മൾ എന്താണോ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് അതെപ്പോഴും സയന്റിഫിക് നോളജിനെ ബേസ് ആയിരിക്കണ്ടേ? നമ്മളൊരു ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അതെപ്പോഴും ഒരു സയന്റിഫിക് നോളജിനെ ബേസ് ചെയ്തായിരിക്കണം ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്. അതിന് പറയുന്ന വാക്കെന്താ? അതിന് പറയുന്ന ടേം എന്താ? ക്രെഡിബിലിറ്റി. ക്രെഡിബിലിറ്റി പറഞ്ഞു പഠിച്ച് നമ്മളൊരു ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ എപ്പോഴും ഒരു സയന്റിഫിക് നോളജിനെ ബേസ് ചെയ്തായിരിക്കണം. ആ ഒരു കാര്യത്തെ പറയുന്ന പേരെന്താ? ക്രെഡിബിലിറ്റി എന്ന് പറയാം. ക്രെഡിബിലിറ്റി കിട്ടിയോ? പറഞ്ഞു കിട്ടിയോ? നമ്മളൊരു ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ അത് എപ്പോഴും ഒരു സയന്റിഫിക് നോളജിനെ ബേസ് ചെയ്തായിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താ? ക്രെഡിബിലിറ്റി. അവനാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ക്ലിയർ ആയി. സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്താ? സെക്കൻഡ് പ്രിൻസിപ്പിൾ ഇസ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പലിശയാണോ? പലിശയാണോ? അല്ല. പിന്നെന്താ?
എന്താ ഇൻട്രസ്റ്റ്? എന്താ ഇൻട്രസ്റ്റ് വേണം? എന്ത് ഇൻട്രസ്റ്റ് വേണം? ആർക്ക് പറയാം? ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ ആലോചിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പണ്ട് ഇതിന്റെ കോളേജ് ചെയ്ത കാര്യമാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പണ്ട് കോളേജ് ചെയ്ത കാര്യമല്ലേ. ഈ പറഞ്ഞ ഫസ്റ്റ് കാര്യം ഇതിന്റെ ക്രെഡിബിലിറ്റി ഓർമ്മ ഇറക്കിയില്ലേ? ഇപ്പൊ നിങ്ങളൊരു ടോപ്പിക് സെലക്ട് ചെയ്യുമ്പോൾ, നിങ്ങൾ പണ്ട് ഇതിന്റെ കോളേജ് സമയത്ത് ഒരു ടോപ്പിക് സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു ടോപ്പിക് എപ്പോഴും ഒരു സയന്റിഫിക് നോളജിന്റെ ബേസിൽ എടുത്തിട്ടുള്ളത് ആണോ ഇല്ലയോ? പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി ഒരു ടോപ്പിക് സെലക്ട് ചെയ്യുമ്പോൾ അതെപ്പോഴും സയന്റിഫിക് നോളജിന്റെ ബേസ് ആയിട്ട് ടോപ്പിക്കിൽ എടുത്തിട്ടുള്ളത്. സ്മോക്കിംഗ്, ആൽക്കഹോളിസം എല്ലായിടത്തും ഓർമ്മയുണ്ടോ? ഡയബറ്റീസ് മെലിറ്റസ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ആ ടോപ്പിക്കുകൾ സെലക്ട് ചെയ്ത് എപ്പോഴും ഒരു സയന്റിഫിക് നോളജിന്റെ ബേസ് ആണോ ഇല്ലയോ? ആണോ ഇല്ലയോ? പറയുക. ആണോ ഇല്ലയോ? പറയാൻ കുറെ ഉണ്ടായിരിക്കുന്നു, സംസാരമില്ല. ഉറങ്ങിയോ? ആ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട്. സോ അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ക്ലിയർ ആയി. നമ്മൾ ഒരു ടോപ്പിക് സെലക്ട് ചെയ്യുന്നു, ആ ടോപ്പിക്കിനകത്തുള്ള ഈ പറഞ്ഞ മെസ്സേജ് അതെപ്പോഴും സയന്റിഫിക് ആയിട്ട് പ്രൂവ് ആയിരിക്കും. ശരിയല്ലേ? സ്മോക്കിംഗ് കുറിച്ച് എടുക്കുമ്പോഴോ, ആൽക്കഹോളിക്സ് എടുക്കുമ്പോഴോ, ഹൈപ്പർ ടെൻഷൻ എടുക്കുമ്പോഴോ, ഡയബറ്റീസ് മെഡിസിൻ എടുക്കുമ്പോഴോ, എന്തെടുത്താലും അതെപ്പോഴും സയന്റിഫിക് നോളജ് ബേസ് ആണെങ്കിൽ വിളിക്കുന്ന പേരെന്താ? സയന്റിഫിക് നോളജിന്റെ ബേസ് ചെയ്താണ് ആ ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ വിളിക്കുന്ന പേരെന്താ? ക്രെഡിബിലിറ്റി. സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്താ? സെക്കൻഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ ആ കമ്മ്യൂണിറ്റിക്കകത്ത് ഉള്ള ഓഡിയൻസിന് ഇൻട്രസ്റ്റ് ഉള്ളതാകണ്ടേ? ശരിയല്ലേ? ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിക്കകത്തുള്ള ഓഡിയൻസ് എപ്പോഴും ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്ക് വേണം കൊടുക്കേണ്ടത്. ശരിയല്ലേ? സാധാരണ ഇത് ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് എന്ന വാക്കില്ലേ, ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് എന്ന വാക്ക് ഈ പറഞ്ഞ എക്സാം ഒരു ഓപ്ഷൻ വരുമ്പോ ആലോചിക്കും, ഇൻട്രസ്റ്റോ ആ ഒരു വേർഡ് പ്രിൻസിപ്പിൾ ആണോ? ശരിയല്ലേ? സാധാരണയായിട്ട് ഈ ഒരു വാക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഓപ്ഷനകത്ത് വരുമ്പോ ആലോചിക്കും, ഇൻട്രസ്റ്റോ അതൊക്കെ ഒരു പ്രിൻസിപ്പിൾ ആവോ? തോന്നൂടെ? ശരിയല്ലേ? ഇൻട്രസ്റ്റോ അതൊക്കെ ഒരു പ്രിൻസിപ്പിൾ ആയിരിക്കും. കാരണം ഇൻട്രസ്റ്റ് എന്ന വാക്കൊക്കെ ഒരിക്കലും പ്രിൻസിപ്പിൾ ചോദിക്കും തോന്നും. പക്ഷെ ചോദിക്കും എപ്പോഴും എന്തായിരിക്കും? അതിനകത്തുള്ള ഓഡിയൻസിന്റെ നീഡ് അനുസരിച്ച് വേണം കൊടുക്കാൻ. ആ കമ്മ്യൂണിറ്റിക്ക് അകത്തുള്ള ഓഡിയൻസിന്റെ നീഡ് അനുസരിച്ച്, അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് വേണം എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള. ശരിയല്ലേ? ഈ അവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്ക്, അത് കേൾക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഇൻട്രസ്റ്റ് വേണ്ടേ? ആ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ച് വേണം എപ്പോഴും ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടെന്ന കാര്യം ശ്രദ്ധിക്കണം. സെക്കൻഡ് പ്രിൻസിപ്പിൾ ക്ലിയർ ആയോ? സെക്കൻഡ് പ്രിൻസിപ്പിൾ ഫസ്റ്റ് എന്താ? ഫസ്റ്റ് ഇസ് ദ ക്രെഡിബിലിറ്റി. സെക്കൻഡ് എന്താ? ഇൻട്രസ്റ്റ്. രണ്ട് കാര്യം കിട്ടിയോ? ഇൻട്രസ്റ്റും കിട്ടി, ആൻഡ് ക്രെഡിബിലിറ്റിയും കിട്ടിയോ? അനദർ ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾ ആണ് അടുത്ത വരുന്നത്. അനദർ ഇമ്പോർട്ടന്റ് എന്താ? ദ പാർട്ടിസിപ്പേഷൻ വേണ്ടേ? ആൻഡ് the third one is the participation വേണ്ടേ? അനദർ ഇമ്പോർട്ടന്റ് ആണ്. വേണ്ടേ? അതെങ്ങനെയാ? അത് സ്റ്റോറി ഉണ്ട്. പണ്ട് നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ അംഗൻവാടിയിൽ പോയി ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ സ്പോട്ടിൽ പോയി കൊടുക്കോ, അത് നേരത്തെ പ്ലാൻ ചെയ്ത് കൊടുക്കും? പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ അംഗൻവാടിയിലൊക്കെ പോയിട്ട് ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് അത് പ്ലാൻ ചെയ്താണോ, അതോ പെട്ടെന്ന് ഒരു ദിവസം കൊടുക്കൂടെ? ആലോചിച്ച് പറയുക. പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ അംഗൻവാടിയിൽ പോയി കൊടുക്കുന്നത് നേരത്തെ പ്ലാൻ ചെയ്താണോ, അത് സ്പോട്ടിൽ പോയി കൊടുക്കോ? ആലോചിക്കാതെ കൊടുക്കും? എല്ലാവരും പറയും അറിയാം. പ്ലാൻ ചെയ്തല്ലേ? ഏകദേശം ഒരാഴ്ചക്ക് മുമ്പേ ഈ പറഞ്ഞ ഡേറ്റും സമയം പറയാറില്ലേ? ഒരാഴ്ചക്ക് മുമ്പേ തന്നെ ഡേറ്റും
സമയമെല്ലാം ഫിക്സ് ചെയ്ത ശേഷമാണ് എല്ലാ വീടുകളിലും കയറി പറയും വരണം, വരണ്ടേ, വേണ്ടേ, വരണം. ശരിയല്ലേ? അവിടെ നല്ല ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വേണ്ടേ? ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വേണമെങ്കിൽ ഒരാഴ്ച മുമ്പെങ്കിലും പോയി ഈ പറഞ്ഞ ഡേറ്റ്, സമയം എല്ലാം പറഞ്ഞ് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ പറഞ്ഞ അംഗൻവാടിയിൽ ടീച്ചറിനെ വിളിച്ചോണ്ട് പറഞ്ഞിട്ടുണ്ടോ? അംഗൻവാടിയിൽ ഈ പറഞ്ഞ ടീച്ചറിനെ വിളിച്ചുകൊണ്ട് പോയി എല്ലാ വീടുകളിലും കയറി ടോപ്പിക് ഉണ്ട്, സംഭവം ഇങ്ങനെയാണ്, കാര്യം ഇതാണ്, വരണം, സമയം ഇതാണ്, ഇന്ന സമയത്തോടെ എത്തണം, എല്ലാവരും വരണം എന്ന് കയറിപ്പോയി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആണ്. എന്താണ് അനദർ ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾ? മൂന്നാമത്തെ പ്രിൻസിപ്പിളിന്റെ പേരെന്താ? ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വേണം. മൂന്നാമത്തെ പ്രിൻസിപ്പിളിന്റെ പേരെന്താ? ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വേണം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താ? നമ്മൾ എന്താണോ ആ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് ഇപ്പൊ കേക്കോടെ, സൗണ്ട് കേക്കോടെ. അങ്ങനെ എന്റെ പ്രിൻസിപ്പിളിന്റെ പേരെന്താ? സോ ദ തേർഡ് പ്രിൻസിപ്പിളിന്റെ പേരെന്താ? ചോദിക്കും. തേർഡ് പ്രിൻസിപ്പിളിന്റെ പേരെന്താ? ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ അല്ലേ? ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ അല്ലേ? മറക്കൽ ചോദിക്കും. തേർഡ് പ്രിൻസിപ്പിളിന്റെ പേരെന്താ? ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, തേർഡ് പ്രിൻസിപ്പിൾ. ആൻഡ് ദ ഫോർത്ത് വൺ ഏതാ? ആർക്കും തോന്നിയോ ഇതൊക്കെ പഠിക്കണമെന്ന്? തോന്നിയോ ഇതൊക്കെ പഠിക്കണോ? ഇതൊക്കെ ചോദിക്കൂ, തോന്നി പഠിക്കൂ? ആർക്കും തോന്നിയോ ഇത് ക്വസ്റ്റ്യൻ വരും? ഉറപ്പായിട്ടും വരും. 100% പറയാം, ഉറപ്പായിട്ട് വരും. സോ ദ ഫോർത്ത് എന്താ? മോട്ടിവേഷൻ. നാലാമത്തെ പേരെന്താ? നാലാമത്തെ പ്രിൻസിപ്പിൾ പേരെന്താ? ഇത് മോട്ടിവേഷൻ വെരി വെരി ഇമ്പോർട്ടന്റ്. പ്രിൻസിപ്പിളുകളിൽ ഇവൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാലാമത്തവൻ വളരെ ഇമ്പോർട്ടന്റ്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞത് മോട്ടിവേഷൻ എന്താ? മോട്ടിവേഷൻ ചോദിക്കും. വളരെ സിമ്പിൾ കാര്യമാണ്. ഇത് കഴിഞ്ഞ DHS-ൽ ഇത് സൈക്കോളജിയിൽ ചോദ്യമല്ലേ? ആര് ക്വസ്റ്റ്യൻ ഇട്ടുണ്ടോ? ആർക്കും ഓർമ്മയുണ്ടോ? ഇത് കഴിഞ്ഞ DHS-ൽ സൈക്കോളജിയിൽ ചോദ്യമാണ് ഇത്, മോട്ടിവേഷൻ. ആർക്കും ഓർമ്മയുണ്ടോ? ഈ കഴിഞ്ഞല്ല, മുമ്പത്തെ DHS അവിടെ സൈക്കോളജി നിന്ന് ചോദിച്ച ചോദ്യമാണ് മോട്ടിവേഷൻ. അറ്റൻഡ് ആൾക്കാർക്ക് അറിയാം, അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് സംഭവം എന്താ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മോട്ടിവേഷൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ആർക്കും ഓർമ്മയുണ്ട്? ഈ ക്വസ്റ്റ്യൻ എഴുതി ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതി ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ആർക്കും ഓർമ്മയുണ്ടോ? സൈക്കോളജിയിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻ ഇട്ടുണ്ടെങ്കിൽ എന്താ മോട്ടിവേഷൻ എന്ന്? സൈക്കോളജിയിൽ നിന്ന് മോട്ടിവേഷൻ എന്ന വാക്ക് ആരെങ്കിലും എഴുതിയിട്ടുണ്ട്? ഓർമ്മയുണ്ടോ എങ്കിലും? വർഷങ്ങളായി, ഓർമ്മയില്ല. വർഷങ്ങളായല്ലേ? ഉണ്ടോ? ആർക്കും ഓർമ്മയുണ്ട്? ഓർമ്മ വേണം. സൈക്കോളജിയിൽ പഠിക്കാൻ പോകുകയല്ലേ? സൈക്കോളജി ഒക്കെ സ്കിപ്പ് ചെയ്ത ടോപ്പിക്കില്ലേ? സൈക്കോളജി സ്കിപ്പ് ചെയ്ത ടോപ്പിക്കില്ലേ മിക്ക ആൾക്കാർ? ഓർമ്മിക്കും. സൈക്കോളജി ചോദ്യം വരുന്നത് എന്താ? മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആർക്ക് പറയാം? ശരിക്കും പറഞ്ഞാൽ അതിന്റെ പച്ച മലയാളം പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും? പഠിക്കാനുള്ള ഈ പറഞ്ഞ ആഗ്രഹം വന്നു തുടങ്ങിയോ? ആർക്കെങ്കിലും എന്താ പഠിക്കാനുള്ള ആഗ്രഹം വന്നു തുടങ്ങിയോ? ഇപ്പൊ ഞാൻ ഓരോ ദിവസം ഓരോ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരും പഠിക്കാനുള്ള ആഗ്രഹം വരുന്നുണ്ടോ? അതല്ലേ സംഭവം. ദ ഡിസയർ ഓഫ് ലേണിംഗ് കൊണ്ടുവരിക, ദ ഡിസയർ ഓഫ് ലേണിംഗ് എവേക്കൻ ചെയ്യുക, അല്ലെ? ഉണർത്തിയെടുക്കുക. നിങ്ങളുടെ ഉള്ളിൽ പഠിക്കാനുള്ള ആഗ്രഹം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണർത്തിയെടുക്കാറുണ്ട്, ശരിയല്ലേ? നിങ്ങളുടെ ഉള്ളിൽ പഠിക്കാനുള്ള ആഗ്രഹം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണർത്തിയെടുക്കാറുണ്ട്. സോ ദ ഡിസയർ ഓഫ് എന്തായിരിക്കും? ലേണിംഗ്, എവേക്കനിങ് ഓഫ് ദ ഡിസയർ ഓഫ് ലേണിംഗ്, അല്ലേ?
പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടുവരിക. ആവശ്യകത മനസ്സിലാക്കി അതിനെ ഉയർത്തിക്കൊണ്ടുവരിക അല്ലേ? ആവശ്യകത മനസ്സിലാക്കി നിങ്ങളുടെ അകത്തുള്ള പഠിക്കാനുള്ള ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഉയർത്തിക്കൊണ്ടുവരിക അല്ലേ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? ശരിയല്ലേ? ആണോ അല്ലയോ? പറയാ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ MSc ഒക്കെ എടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ MSc ആയാലും ഓർത്ത് BSc ആയാലും ഓർത്ത് GNM ആയാലും ആരായാലും എന്താണ് ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിന്റെ സ്വഭാവം ശരിയായില്ലെങ്കിൽ ആ പഠിച്ച എഡ്യൂക്കേഷൻ കൊണ്ട് അത് ഉപയോഗമുണ്ടോ? എല്ലാം പഠിച്ച ആൾക്കാരാണ്. ഇത് GNM ആയാലും ഇത് BSc ആയാലും ഓർ MSc ആയാലും എല്ലാം പഠിച്ചിട്ടും നിങ്ങളുടെ സ്വഭാവം നന്നായില്ലെങ്കിൽ ശരിയാവൂടെ? പെരുമാറേണ്ട രീതി അറിഞ്ഞില്ലെങ്കിൽ ശരിയാവൂടെ? ശരിയാവും. 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 പറയുക ശരിയാവത്തില്ല. സോ ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊണ്ട് ഇപ്പോൾ ഒരാളിന്റെ ബിഹേവിയർ മാറ്റാൻ പറ്റും. ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊണ്ട് ഒരാളുടെ ബിഹേവിയർ മാറ്റാൻ പറ്റുമോ? ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ട് ഇപ്പൊ നിങ്ങളുടെ ബിഹേവിയർ മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റില്ലേ? പറ്റും. അതിന് സംഭവം നിങ്ങൾ MSc ആയാലും ഓർത്ത് BSc ആയാലും ഓർത്ത് GNM ആയാലും അത് കൃത്യമായ കാര്യം. കൃത്യ സ്വഭാവം നന്നായാൽ കുഴപ്പമില്ല. എഡ്യൂക്കേഷൻ കറക്റ്റായി സംസാരിക്കുന്ന രീതിയും കറക്റ്റല്ലേ? ആവല്ലേ? ആവും. ഇത്രയും ക്ലിയർ ആയോടെ? ഇത്രയും ക്ലിയർ ആയോ? സോ ദ ബിഹേവിയർ എവേക്കൻ ചെയ്യുക അല്ലേ? സോ ദ ബിഹേവിയർ എവേക്കൻ ചെയ്യുക എന്ന് പറഞ്ഞപ്പോഴും മോട്ടിവേഷൻ ആണല്ലേ? ദ ബിഹേവിയറിനെ എവേക്കൻ ചെയ്യുക എന്ന് പറയപ്പോഴും ഒരു മോട്ടിവേഷൻ ആണ്. ഓർ ദ ചേഞ്ച് ഇൻ ബിഹേവിയർ എന്നിട്ട് പറഞ്ഞൂടെ? നമുക്ക് ഈ പറഞ്ഞ മോട്ടിവേഷനെ ഒരാൾ ചേഞ്ച് ഇൻ ദ ബിഹേവിയർ എന്ന് പറഞ്ഞൂടെ? ഒരാളുടെ ബിഹേവിയർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ലേ? ഒരാളുടെ ബിഹേവിയർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കൂടെ പറ്റത്തില്ലേ ഈ പറയുന്ന മോട്ടിവേഷൻ കൊണ്ട്? ഞാൻ ഡെയിലി ഓരോ കാര്യം വിട്ട് നിങ്ങളുടെ ബിഹേവിയർ മാറ്റം വരുത്തുന്നുണ്ടോ? ഉണ്ടോ? ഡെയിലി പറഞ്ഞ് നിങ്ങളുടെ പഠിക്കാനുള്ള ബിഹേവിയർ വരുത്തുന്നുണ്ടോ? ഉണ്ടോ? സോ ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും കിട്ടിയ ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? എല്ലാം ഇത്രയും കിട്ടിയോ? ഇത്രയും കിട്ടിയോ? ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഒരു ക്വസ്റ്റ്യൻ വയ്ക്കും. ഈ പറഞ്ഞ മോട്ടിവേഷൻ എത്ര ടൈപ്പ് ഉണ്ട്? ഈ പറഞ്ഞ മോട്ടിവേഷൻ എത്ര ടൈപ്പ് ഉണ്ട്? മോട്ടിവേഷൻ ഒന്നാണോ രണ്ടാണോ? ഈ പറഞ്ഞ മോട്ടിവേഷൻ എത്ര ടൈപ്പ് ഉണ്ട്? ചുമ്മാ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു തരാം. മോട്ടിവേഷൻ എത്ര ടൈപ്പ് ഉണ്ട്? പ്രൈമറി സെക്കൻഡറി ഉണ്ടോ? ഞാൻ ഇവിടെ എല്ലാം പറയാം. സൈക്കോളജി പഠിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. സൈക്കോളജി പഠിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. മോട്ടിവേഷൻ എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്സ് ഇല്ലേ? പ്രൈമറി മോട്ടിവേഷനും സെക്കൻഡറി ഉണ്ടോ? ഉണ്ടോ? ഉണ്ടോടെ? ആലോചിച്ച് പറയുക. ആലോചിച്ച് പറയാ. എല്ലാരും പറയും. ഉണ്ട്. എന്താ പ്രൈമറി മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഈ പറഞ്ഞ പ്രൈമറി മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതല്ല നമ്മൾ ബേസിക് നീഡ്സിൽ വരുന്ന കാര്യമാണോ? നമ്മുടെ ഭക്ഷണം, വാട്ടർ ആൻഡ് ഷെൽട്ടർ, അതെല്ലാം അവിടെ പ്രൈമറി മോട്ടിവേഷൻ ആണോ? ആലോചിച്ച് പറയുക. നമുക്ക് ആവശ്യമായ ഭക്ഷണം ആൻഡ് ഷെൽട്ടർ എല്ലാം പ്രൈമറിക്കകത്ത് വരുന്ന കാര്യമില്ലേ? എല്ലാം പ്രൈമറി അല്ലേ? നമുക്ക് അത്യാവശ്യമുള്ളത്, ഏറ്റവും അത്യാവശ്യമുള്ളതല്ലേ? ഏറ്റവും അത്യാവശ്യമുള്ളതല്ലേ അതൊക്കെ? അല്ലേ? ആണ്. അപ്പൊ സെക്കൻഡറി മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെക്കൻഡറി മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഞാൻ ചില സമയത്ത് അത് പഠിക്കൂ, ഇത് പഠിക്കൂ, അല്ലെങ്കിൽ കുറച്ച് പണിഷ്മെന്റ് തന്ന് നിങ്ങളെ പഠിപ്പിച്ച് എന്തായിരിക്കും? ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി ഞാൻ ചില സമയത്ത് കുറെ ഇമ്പോസിഷൻ ഇട്ട് പഠിപ്പിക്കുന്നു, കുറെ ക്ലാസ് റിപ്പീറ്റേഷൻ തരുന്നു. അങ്ങനത്തെ പണിഷ്മെന്റുകളിലൂടെ നിങ്ങളെ ചെയ്യിപ്പിച്ചാൽ പ്രൈമറി ആണോ സെക്കൻഡറി ആണോ? ആർക്കറിയാം? ആർക്കറിയാം?
സെക്കൻഡറി ഇത് നിങ്ങളുടെ ഈ പറഞ്ഞ എന്താണ് ഈ പറഞ്ഞ ഫുഡ് വാട്ടർ ആൻഡ് ഷെൽട്ടർ കിട്ടുന്ന എവിടെയാ അത്യാവശ്യമുള്ളത്, ഏറ്റവും അത്യാവശ്യമുള്ളത്. യെസ്, പറയാം. ഇത്രയും ക്ലിയർ ആയി. ഇവിടെ അതോടെ പറഞ്ഞു തന്നേ ഉള്ളൂ. സൈക്കോളജി പഠിക്കും, ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. യെസ്. അപ്പൊ ഈ പറഞ്ഞ 4 പ്രിൻസിപ്പിൾ കിട്ടിയോ? ഒരു 4 പ്രിൻസിപ്പിൾ കിട്ടിയോ? 4 പ്രിൻസിപ്പിൾ കിട്ടിയോ? നമുക്ക് ശരിക്കും പഠിക്കേണ്ടത് ഇവയുടെ ഫസ്റ്റ് ടേം മാത്രമല്ലേ? ആരും കണ്ടോ? നമുക്കിവിടെ ശരിക്കും പഠിക്കേണ്ടത് ഈ പ്രിൻസിപ്പിളിന്റെ ഫസ്റ്റ് പേര് മാത്രമല്ലേ? മോട്ടിവേഷൻ ആൻഡ് ക്രെഡിബിലിറ്റി. ശരിയല്ലേ? ഫസ്റ്റ് പേര് മാത്രം പഠിക്കേണ്ടത്, ഫസ്റ്റ് പേര് മാത്രമല്ലേ? ആണോ അല്ലയോ? എല്ലാരും പറയാം. ഈ പറയുന്ന പ്രിൻസിപ്പിളിന്റെ പേര് മാത്രമല്ലേ പഠിക്കേണ്ടത്? ഈ പറയുന്ന പ്രിൻസിപ്പിളിന്റെ പേര് മാത്രമല്ലേ പഠിക്കേണ്ടത്? യെസ് ഓർ നോ? ആണ്. പേരാണ് നമ്മൾ പഠിക്കേണ്ടത്. പക്ഷെ അകത്തുള്ള കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അവിടെ എല്ലാവരും പറഞ്ഞേ, ഫസ്റ്റ് പ്രിൻസിപ്പിളിന്റെ പേര് പറഞ്ഞേ. എല്ലാവരും ഫസ്റ്റ് പ്രിൻസിപ്പിളിന്റെ പേര് പറഞ്ഞേ. എല്ലാരും ഈ ഗ്രൂപ്പിനകത്തുള്ള എല്ലാരും പറയണം. ചോദ്യം വരും. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ക്രെഡിബിലിറ്റി. ആൻഡ് സെക്കൻഡ് ഏതാ? സെക്കൻഡ് ഇൻട്രസ്റ്റ്. ആൻഡ് തേർഡ് ഏതാ? തേർഡ് on is participation. And the fourth one is the motivation. അഞ്ചാമത്തെ ആളുടെ പേരെന്താ? ഇത് ക്രോം എന്തായിരിക്കും അഞ്ചാമത്തെ പേരെന്താ? അഞ്ചാമത്തെ ആളുടെ പേരെന്താ? ക്രോംബിയൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സംഭവം എന്തായിരിക്കും? നമ്മളൊരു ഇത് കൊടുക്കുന്ന സമയത്ത്, ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ആ സ്ഥലത്തുള്ള ഇത് ലോക്കൽ ലാംഗ്വേജിലാണ് കൊടുക്കുന്നത്. ആ സ്ഥലത്തുള്ള ലോക്കൽ ലാംഗ്വേജിലാണോ കൊടുക്കുന്നത്? ആലോചിച്ച് പറയുക. എല്ലാവരും ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുള്ളതാണ്. ആ ഒരു സ്ഥലത്തുള്ള ലോക്കൽ ലാംഗ്വേജിലാണോ? ആണ്. ആ ഒരു സ്ഥലത്തുള്ള ലോക്കൽ ലാംഗ്വേജിലാണ്. ആ വന്നിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിമ്പിൾ ലാംഗ്വേജിൽ പറയുന്നത് അല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? പണ്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോ അറിയാം, ഈ പറഞ്ഞ ഇനി തമിഴ്നാട്ടിലൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാം, ഈ പറഞ്ഞ ഹൈപ്പർ ടെൻഷന്റെ തമിഴ് എന്താടേ? പണ്ട് ഈ പറഞ്ഞ തമിഴ്നാട്ടിൽ പഠിക്കുമ്പോൾ, ഇവിടെ കേരളത്തിൽ നിന്ന് പഠിക്കുമ്പോൾ അറിയാം, ഇതിന്റെ ഹൈപ്പർ ടെൻഷൻ പറയുന്ന ലാംഗ്വേജ് എന്താ അറിയാമോ? ഇതിന്റെ ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഡയബറ്റീസ് മെലിറ്റസ് അറിയാമോ? അപ്പൊ അതുപോലത്തെ വാക്കുകൾ പെട്ടുപോകത്തില്ലേ? അതുപോലത്തെ വാക്കുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പോയി നിന്ന് അവിടെ പോയി പഠിക്കുന്ന സമയത്ത് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ ആ വാക്ക് പറഞ്ഞാൽ മനസ്സിലാവോ? ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ എന്താണ് ഈ ഒരു വാക്കുകൾ അവർക്ക് മനസ്സിലാവും? ഇല്ല. അപ്പൊ അവർക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജിൽ, ഇത് ലോക്കൽ ലാംഗ്വേജിൽ വേണം എപ്പോഴും ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുവാനുള്ളത്. ശരിയല്ലേ? നമ്മൾ ഈ പറഞ്ഞ ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യുമ്പോഴേ നോക്കും അവിടുത്തെ ലോക്കൽ ലാംഗ്വേജിലാണ് എപ്പോഴും ഈ പറഞ്ഞ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്. ക്ലിയർ? യെസ്. 5 എണ്ണമായി. അത് ആറാമത്തെ എന്താ? ഇത് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആറാമത്തെ പ്രിൻസിപ്പിൾ ഇത് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആർക്ക് പറയാം? റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആർക്ക് പറയാം? ഇപ്പൊ ഞാൻ ചെയ്ത കാര്യമാണ്. ഞാൻ എല്ലാ ക്ലാസ്സിലും ചെയ്ത കാര്യമാണ്. ഞാൻ എല്ലാ ക്ലാസ്സുകളിലും ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്താണ്? റിപ്പീറ്റേഷൻ ആണ്. ഓരോ ഇന്റർവെല്ലുകളിലും വീണ്ടും പറയാറുണ്ടോ? ഒരു കാര്യം ഞാൻ ഒരു ചെറിയ ഇന്റർവെൽ എടുത്തിട്ട് വീണ്ടും പറഞ്ഞുതരുന്നുണ്ടോ? അപ്പൊ റെഗുലർ ഇന്റർവെല്ലിൽ നമ്മൾ പറയുന്ന ആ ഒരു ടോപ്പിക്ക് ബന്ധപ്പെട്ട കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയണം. ശരിയല്ലേ? റിപ്പീറ്റേഷൻ അത്യാവശ്യമാണ്.
അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യം ഞാൻ പറഞ്ഞാലും ഞാൻ വീണ്ടും വീണ്ടും പറയാറുണ്ട്. എന്തുകൊണ്ടാ? റിപ്പീറ്റേഷൻ അത്യാവശ്യമാണ്. ശരിയല്ലേ? റെഗുലർ ഇന്റർവെല്ലിൽ റിപ്പീറ്റേഷൻ ഇൻ ദ ഹെൽത്ത് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് പറയുന്ന പേരെന്താ? റീഇൻഫോഴ്സ്മെന്റ് അല്ലേ? ആണോ അല്ലയോ? റീഇൻഫോഴ്സ്മെന്റ് അല്ലേ? റെഗുലർ ഇന്റർവെല്ലുകളിൽ നമ്മൾ കൊടുക്കുന്ന ഹെൽത്ത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയണം. ഇത്രയും കിട്ടിയോ? 6 കിട്ടിയോ? 6 കിട്ടിയോ? 6 കിട്ടിയോ? സിമ്പിൾ ആണോ? ഹെൽത്ത് എഡ്യൂക്കേഷൻ സിമ്പിൾ ആണോ? പഠിക്കും. സിമ്പിൾ ആണോ? സിമ്പിൾ ആണോ? പഠിക്കും. പാടില്ലല്ലോ. അടുത്ത ഏഴാമത്തെ എന്താ? ഏഴാമത്തെ എന്താ? ഏഴാമത്തത് ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറഞ്ഞ എന്താ? ഏഴാമത്തെ പേര് അതായത് ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറഞ്ഞ എന്താ? എവിടെ കേട്ടുള്ള വാക്കാണ്? എവിടെയൊക്കെ കേട്ടൊരു വാക്കാണ് ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറഞ്ഞ എന്താ? എവിടെയോ കേട്ട വാക്കാണ്. പണ്ട് എപ്പോഴോ കേട്ടൊരു വാക്കാണ്. ആർക്കും അറിയാം? ഇപ്പൊ നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ ഇപ്പോൾ അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ചെയ്യിപ്പിക്കണ്ടേ? ചെയ്യിപ്പിക്കണ്ടേ? ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ അവരെ കൊണ്ട് അവിടെ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് പഠിപ്പിക്കണം. ശരിയല്ലേ? ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് പഠിപ്പിക്കാൻ ശ്രമിക്കണ്ടേ? നമ്മളവർ പറഞ്ഞ വാക്കുണ്ട് ഇംഗ്ലീഷ്. ആ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ വാക്കുണ്ട്. ആർക്കും അറിയാം? പണ്ട് ചെയ്യുന്ന വാക്കാണ്. ഡെമോൺസ്ട്രേഷൻ ആണോ? 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 എല്ലാരും പറയുക ആണ്. ആണ്. അപ്പൊ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് വേണം അവരെ ആ ഒരു കാര്യം പഠിപ്പിക്കാനുള്ളത്. സോ ഇത് ഏഴാമത്തെ ക്ലിയർ ആയോ? ഏഴാമത്തെ ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അത് എട്ടാമത്തത് സെറ്റിംഗ് ആൻ എക്സാമ്പിൾ. എട്ടാമത്തവന്റെ പേരാണ് ദ സെറ്റിംഗ് ആൻ എക്സാമ്പിൾ എന്ന് പറയുന്നത്. എന്താ സെറ്റിംഗ് ആൻ എക്സാമ്പിൾ? എന്തായിരിക്കും? അറിയാം? ഇപ്പൊ ഞാൻ എടുക്കുന്ന ടോപ്പിക്ക് ഈ പറഞ്ഞ എന്താ ഹാൻഡ് വാഷിംഗ് ആണ്. എന്ത് ചെയ്യും? ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഹെൽത്ത് എഡ്യൂക്കേഷൻ ടോപ്പിക്ക് ഈ പറഞ്ഞ ഹാൻഡ് വാഷിംഗ് ആണ്. ഞാൻ എന്ത് ചെയ്യും? ഇവിടെ എന്ത് ചെയ്യും? പറയുക. ഞാൻ ഇപ്പൊ ഹെൽത്ത് എഡ്യൂക്കേഷൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഹാൻഡ് വാഷിംഗ് ആണെങ്കിൽ ഞാൻ അവിടെ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ആലോചിച്ച് പറ. എന്ത് ചെയ്യും? എല്ലാരും പറ. എല്ലാരും പറ. എല്ലാരും പറയും. ആ ഹാൻഡ് വാഷ് അവിടെ ഡെമോൺസ്ട്രേറ്റ് കാണിക്കും അല്ലേ? കാണിക്കും. ഇതുമായി ബന്ധമില്ല. ഇതുമായി ഈ ടോപ്പിക്കായിട്ട് ബന്ധമില്ല. പക്ഷേ കേരള PSC എക്സാം പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ പറഞ്ഞ വേൾഡ് ഹാൻഡ് വാഷിന്റെ എന്നാ? വേൾഡ് ഹാൻഡ് വാഷിന്റെ എന്നാ? ഒരു ബന്ധമില്ല ചോദ്യമാണ്. ഇതുമായി ബന്ധമില്ല ടോപ്പിക്കാണ്, ചോദ്യമാണ്. വേൾഡ് ഹാൻഡ് വാഷിന്റെ എന്നാ? വേൾഡ് ഹാൻഡ് വാഷിന്റെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞപ്പോ കിട്ടിയ ചോദ്യമാണ്. എക്സാമ്പിൾ പറഞ്ഞപ്പോ കേരള PSC റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഹാൻഡ് വാഷിന്റെ എന്നാടെ? ഹാൻഡ് വാഷിന്റെ പറയടേ എന്നാ? ഹാൻഡ് വാഷിന്റെ എന്നാ? ഹാൻഡ് വാഷിന്റെ it is എല്ലാരും പാട്. എന്നാ ആലോചിച്ച് പറയുക. എന്നാ ഇപ്പൊ എന്താ വേൾഡ് ഹാൻഡ് വാഷിന്റെ എന്നാ? ഒക്ടോബർ 15 ഒക്ടോബർ 15 ആണോ? ഒക്ടോബർ 15 പിന്നെ എന്നാ ഞാൻ ചോദിച്ച ചോദ്യം എന്താ? വേൾഡ് ഹാൻഡ് വാഷിന്റെ എന്നാ? ഞാൻ ചോദിച്ച ചോദ്യം ഇൻ ദ ഗ്ലോബൽ ഹാൻഡ് വാഷിന്റെ എന്നാ? ഞാൻ ചോദിച്ച ചോദ്യം ഇൻ ദ ഗ്ലോബൽ ഹാൻഡ് വാഷിന്റെ അത് ഒക്ടോബർ 15 അത് ഒക്ടോബർ 15 ആണോ?
ഈ പറഞ്ഞ ഗ്ലോബൽ ഹാൻഡ് വാഷിന്റെ ആണല്ലേ? ആണ്. അപ്പൊ നിങ്ങൾ എല്ലാരും പറഞ്ഞു ഇന്ന് മെയ് 5 എന്താ പറയുക, ആലോചിച്ച് പറയുക, ഉത്തരം തന്നെ പറയണം. പറയും. ആലോചിച്ച് പറയാം, എല്ലാരും പറയണേ. എഴുതുന്ന ഹാൻഡ് വാഷിന്റെ എന്താ ബേസിക് കാര്യമാണ്. പറഞ്ഞ നാണക്കേടാണ്, സത്യമായിട്ട് നാണക്കേടാണ്. എന്താ ഇപ്പൊ ഹാൻഡ് വാഷിന്റെ എന്നാ അടുത്ത എക്സാം എഴുതാൻ പോകുന്ന ആൾക്കോട് ചോദിക്കുന്നത് ഹാൻഡ് വാഷിന്റെ എന്നാ. ഇത് ഗ്ലോബൽ ആണെങ്കിൽ ഒക്ടോബർ 15. ആലോചിച്ച് പറയുക, ഒക്ടോബർ 15 ഇന്ന് ഗ്ലോബൽ ഹാൻഡ് വാഷിന്റെ ആണെങ്കിൽ ഒക്ടോബർ 15 ശരിയാണ്. ഇന്ന് ഗ്ലോബൽ ആണെങ്കിൽ ഒക്ടോബർ 15. വേറെ ഹാൻഡ് വാഷിന്റെ ഉണ്ടോ? എല്ലാവരും ശരിയാണ്. ഇത് ഗ്ലോബൽ ഹാൻഡ് വാഷിന്റെ ഒക്ടോബർ 15. വേറെ ഹാൻഡ് വാഷിന്റെ ഉണ്ടോ? ആലോചിച്ച് പറഞ്ഞാൽ മതി. സോ ഇവിടെ എന്തായിരിക്കും? ഇവിടെ ഇത് സെറ്റ് ചെയ്യുന്ന എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ കൊടുക്കുന്നത്? ഹാൻഡ് വാഷിംഗ് ആണെങ്കിൽ അവിടെ സമയം മാർക്ക് ചെയ്യണം. ഇത്ര സമയത്തിനകത്ത് ആ ഒരു കാര്യം ചെയ്തിരിക്കണ്ടേ? പറഞ്ഞു കൊടുക്കണം. ഇത്ര സമയത്തിനകത്ത് ആ ഒരു സംഭവം ചെയ്ത് തീർക്കണം. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഈസ് ദ പ്രാക്ടിക്കൽ എക്സാം കൊടുക്കണം. എപ്പോഴും നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത് 2 മിനിറ്റിനകത്തോ 5 മിനിറ്റിനകത്തോ അത് കംപ്ലീറ്റ് ആക്കണം എന്ന് പറഞ്ഞ് കൊടുക്കണ്ടേ? എന്നാണ് ഹാൻഡ് വാഷിന്റെ ആരോ പറഞ്ഞ്. ഇത് മെയ് 5 ഇത് മെയ് 5 പറഞ്ഞ ഗൂഗിളിൽ ഇപ്പൊ തപ്പിയിട്ട് വന്നു. ശ്രദ്ധിച്ചു പലരും ഗൂഗിളിൽ തപ്പിയിട്ട് വന്നു. ആലോചിച്ച് പറയും. ഇന്ന് മെയ് 5 ആണ്. യെസ്. അപ്പൊ നമുക്ക് നോക്കാം. ആണ്. എല്ലാരും പറഞ്ഞേ ആണല്ലേ? ഇന്ന് മെയ് 5 ആണ്. അണ്ട് ഗ്ലോബൽ എന്നാ ഒക്ടോബർ 15. ഒക്ടോബർ 15 ഇത് ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ ആണ്. മാറിപ്പോട് സിമ്പിൾ കാര്യങ്ങൾ നമ്മൾ ഈ വർഷങ്ങൾ ഡേറ്റ എല്ലാം പഠിക്കും. സോ ഈ പറഞ്ഞ ഹാൻഡ് വാഷിംഗ് കൊടുക്കുമ്പോൾ എപ്പോഴും പറഞ്ഞു കൊടുക്കണം, ഒരു 2 സ്റ്റെപ്പ് മാറി ഇന്ന് അതുകൂടെ ചെയ്ത് കാണിച്ചു കൊടുക്കണം. നമ്മൾ എപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് ഇത്ര സമയത്തിനകത്ത് കംപ്ലീറ്റ് ആക്കണം എന്ന് പറഞ്ഞൊരു എക്സാമ്പിളോട് കൂടിയാണ് എപ്പോഴും പറഞ്ഞു കൊടുക്കേണ്ടത്. അതല്ലേ ഒരു ടീച്ചിങ് വരുന്നൊരു കാര്യം. നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ ഒരു എക്സാമ്പിൾ എപ്പോഴും യൂസ് ചെയ്യണം. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഏത് ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാലും എക്സാമ്പിൾ കൊടുക്കണം. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ സ്മോക്കിംഗ് പ്രിവെന്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് സ്മോക്കിംഗ് ചെയ്ത് കാണിക്കൂ? സ്മോക്കിംഗ് പ്രിവെന്റ് ചെയ്യുക എന്ന ടോപ്പിക്ക് പറയുന്ന സമയത്ത് സ്മോക്കിംഗ് ചെയ്ത് കാണിക്കൂ? അങ്ങനെയല്ല. ചെയ്യാൻ പാടില്ല എന്ന് കാണിക്കല്ലേ? ചെയ്യാൻ പാടില്ല എന്ന് പറയുള്ളൂ. മറന്നതല്ലേ? ആ 8ാമത്തെ പ്രിൻസിപ്പിൾ എന്താ? 8 പറഞ്ഞു. 9 എന്താ? അവസാനം ഹെൽത്ത് എഡ്യൂക്കേഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞ് അവസാനം നിങ്ങൾ അവരിൽ നിന്ന് എന്ത് വാങ്ങിക്കും? അവസാനം ആ ഇരിക്കുന്ന ആൾക്കാരിൽ നിന്ന് എന്തോ ഒന്ന് ചോദിച്ചു വാങ്ങും. എന്താണ്? ആലോചിച്ച് പറയട്ടെ. ഹെൽത്ത് എഡ്യൂക്കേഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞ് അവസാനം നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് സംഭവം ചോദിച്ചു വാങ്ങിക്കും. എന്താ? ഫീഡ്ബാക്ക് വാങ്ങിക്കും അല്ലെ? ഫീഡ്ബാക്ക് എന്താ? ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കാറുണ്ടോ? ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ സ്റ്റോപ്പ് ഇടയ്ക്കിടയ്ക്ക് ഇതാ ഫീഡ്ബാക്ക് വെച്ചിട്ടുണ്ടായിരിക്കും. അത് ഓർമ്മയുണ്ടോ? നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്ത് അവർക്ക് ആ കാര്യം മനസ്സിലാവാൻ നോക്കാറുണ്ടോ? നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും ആ കാര്യം എത്രത്തോളം ആ കമ്മ്യൂണിറ്റിക്ക് അക്സെപ്റ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ പറ്റണ്ടേ? നമ്മുടെ ടോപ്പിക് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം എത്രത്തോളം കമ്മ്യൂണിറ്റിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു അത് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് റെഗുലർ ഇന്റർവെൽ അനുസരിച്ച് ഫീഡ്ബാക്ക് എടുക്കണ്ടേ? വേണ്ടേ? അല്ലാതെ ആദ്യം മുതൽ അവസാനം വരെ കുറെ കാര്യം പറഞ്ഞിട്ടുണ്ടെന്നേ ഇല്ല. റെഗുലർ ഇന്റർവെൽ ഫീഡ്ബാക്ക് എടുക്കണം. മനസ്സിലായോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയാണ് റെഗുലർ ഇന്റർവെൽ ഫീഡ്ബാക്ക് എടുക്കണം. സോ 9 അടുത്ത 10 എന്തായിരിക്കും? 10ാമത്തെ പ്രിൻസിപ്പിൾ എന്തായിരിക്കും? ദ ഹ്യൂമൻ റിലേഷൻ പറയുന്നത് എന്താണ്?
in the good human relation. സിമ്പിൾ കാര്യമാണ്. ഈ പറഞ്ഞ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുമായിട്ട് എപ്പോഴും നല്ല റിലേഷൻഷിപ്പ് വേണ്ടേ? ശരിയല്ലേ? ഈ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരുമായിട്ട് എപ്പോഴും നല്ല റിലേഷൻഷിപ്പ് വേണം. അതാണ് 10ാമത്തവൻ. അടുത്ത 11 എന്താ? 11ാമത്തെ പ്രിൻസിപ്പിൾ എന്താ? ഇസ് ദ നോൺ ടു അൺനോൺ എന്ന് പറഞ്ഞ എന്താ? 11ാമത്തവന്റെ പേരാണ് ദ നോൺ ടു അൺനോൺ എന്ന് പറഞ്ഞ എന്താ? അറിയാം, ചോദിക്കട്ടെ. ഇത് നോൺ ടു അൺനോൺ എന്ന് പറയുമ്പോൾ അറിയാവുന്ന ആളിൽ നിന്ന് അറിഞ്ഞുകൂടാത്ത ആളോട്ട് പോകുന്നതാണോ? പറയുക. നോൺ ടു അൺനോൺ എന്ന് പറയുമ്പോൾ അറിയാവുന്ന ആളിൽ നിന്ന് അറിഞ്ഞുകൂടാത്ത ആളിലോട്ട് പോകുന്നതാണോ? യെസ് ഓർ നോ? അല്ല. അല്ലല്ലോ, അല്ല. ആലോചിച്ച് പറയുക. ഞാൻ ചോദിക്കുകയാണ്, നോൺ ടു അൺനോൺ എന്ന് പറയുമ്പോൾ അറിയാവുന്ന ആളിൽ നിന്ന് അറിഞ്ഞുകൂടാത്ത ആളിലോട്ട് പോകുന്നതാണോ? ആണോ? അല്ല. പിന്നെന്തായിരിക്കും? പിന്നെ എന്തായിരിക്കും? സിമ്പിൾ ടോപ്പിക്കിൽ നിന്നും നല്ല ഹാർഡ് ടോപ്പിക്കിലോട്ട് പോകണം, അല്ലേ? അല്ലേ? അവർക്ക് അറിയാവുന്ന സിമ്പിൾ ടോപ്പിക്കിൽ നിന്നും എപ്പോഴും നല്ല ഹാർഡ് ടോപ്പിക്കിലോട്ടാണ് പോകേണ്ടത്. അതിനെ വിളിക്കുന്ന പേരെന്താ? നോൺ ടു അൺനോൺ, അല്ലേ? ആദ്യം നമ്മൾ ടോപ്പിക് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം മാത്രമേ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളോട്ട് പോകത്തുള്ളൂ. ശരിയാണോ? ഒരു ആലോചിച്ച്, പണ്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ ഫസ്റ്റ് ആ കമ്മ്യൂണിറ്റിക്കകത്തുള്ള ആൾക്കാർക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം മാത്രമല്ലേ അറിഞ്ഞുകൂടാത്ത പറഞ്ഞു കൊടുക്കുന്നത്? ആണല്ലേ? അല്ലാതെ ആദ്യം കയറി അറിയാത്ത കാര്യം പറഞ്ഞു കൊടുക്കോ? ഇല്ല. ശരിയല്ലേ? അവർ ഇതിന്റെ നോളജ് അറിയാൻ പറ്റണം. ആ ഇരിക്കുന്ന ആൾക്കാർ ഇതിന്റെ നോളജ് അറിയാൻ വേണ്ടി ആദ്യം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവർക്ക് അറിയാവുന്നതെല്ലാം ആദ്യം പറഞ്ഞു കൊടുക്കും. ശേഷം അത് മനസ്സിലാവും അവർക്ക് എന്താണോ അറിഞ്ഞുകൂടാന്ന് മനസ്സിലായ ശേഷം അറിയാത്ത കാര്യങ്ങളിലോട്ട് പോകും. ശരിയാണോ ഇല്ലയോ? ആദ്യം അറിയാവുന്ന കാര്യങ്ങളിൽ ഈ പറഞ്ഞ ക്ലാസ് തുടങ്ങുന്നു, അവസാനമാകുമ്പോൾ അറിഞ്ഞുകൂടാത്ത കാര്യം എല്ലാം പറഞ്ഞ് പഠിപ്പിക്കുന്നു. ശരിയല്ലേ? ശരിയല്ലേ? യെസ്. സോ അത്ര പ്രിൻസിപ്പിൾ ആയല്ലോ. സോ 11 ക്ലിയർ ആയോ? 11 ക്ലിയർ ആയോടെ? 11 ക്ലിയർ. 11 എല്ലാവരും 20-60 പറയണം. എല്ലാവരും മനസ്സിലാക്കി. 11 പ്രിൻസിപ്പിൾ എല്ലാരും പറയണം. എല്ലാവരും പേരെനിക്കറിയാം. 11 ക്ലിയർ ആയി. 12ാമത്തെ പേരെന്താ? 12ാമത്തെ പ്രിൻസിപ്പിളിന്റെ പേരെന്താ? ദ ലീഡേഴ്സ്. എന്താ ദ ലീഡേഴ്സ് എന്ന് പറഞ്ഞ എന്താ? എന്തായിരിക്കും ഈ പറഞ്ഞ ലീഡേഴ്സ് എന്ന് പറഞ്ഞ എന്താ? ലീഡേഴ്സ് ഈ പറഞ്ഞ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇമ്പാക്ട് കൂട്ടാൻ വേണ്ടി ആ ഒരു ഏരിയയിലുള്ള ലോക്കൽ ലീഡേഴ്സിനെ കൊണ്ടുപോകാറുണ്ടോടെ? ഈ പറയുന്ന വാർഡ് മെമ്പേഴ്സിനെയും ആശാവർക്കറിനെയും സഹായം ഉറപ്പിക്കാറുണ്ടോ? ആവശ്യമുണ്ടോ? ഈ പറഞ്ഞ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇമ്പാക്ട് കൂട്ടാൻ വേണ്ടി ആ ഒരു ഏരിയയിലുള്ള വില്ലേജ് പഞ്ചായത്ത് പ്രസിഡന്റ് ഓർമ്മയുണ്ടോ? പഞ്ചായത്ത് പ്രസിഡന്റ്, ആശാ വർക്കർ ആ ഒരു സഹായം ഉറപ്പിക്കാറില്ലേ? സഹായം കൂടെ ഉറപ്പിക്കാറില്ലേ? ആശാ വർക്കറും പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചിട്ടുണ്ടോ? കൊണ്ടുപോയി പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ആ ഒരു ഏരിയക്ക് അകത്തുള്ള പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിക്കാറുണ്ട്, ആശാ വർക്കറിനെ വിളിക്കാറുണ്ട്. എല്ലാം വിളിച്ച ശേഷം മാത്രമേ അവരെ കൂടെ ഇരുത്തിയ ശേഷം മാത്രമേ എപ്പോഴും ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുള്ളൂ. ഓർമ്മിക്കണം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഏതാ? ഇത്രയുമാണ് പ്രിൻസിപ്പിൾ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ പേരെന്താ? ഫസ്റ്റ് പ്രിൻസിപ്പിൾ എല്ലാവരും പറയണം. ഇപ്പൊ പഠിച്ചോ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ പേരെന്താ? ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അർത്ഥം ക്രെഡിബിലിറ്റിയുടെ അർത്ഥം എന്താ? ക്രെഡിബിലിറ്റി സയന്റിഫിക് നോളജ് ആയിരിക്കണം. സയന്റിഫിക് നോളജ് ആയിരിക്കണം. സെക്കൻഡ് പ്രിൻസിപ്പിളിന്റെ പേരെന്താ? ഇൻട്രസ്റ്റ് വേണം. ഇൻട്രസ്റ്റ് വേണ്ടേ? ആ
കേൾക്കാമോടെ? കേൾക്കാമോടെ? കേൾക്കാം. അപ്പൊ ഈ പറഞ്ഞ ഇൻ ദ തേർഡ് പ്രിൻസിപ്പിൾ ഏതാ? ഇൻ ദ തേർഡ് പ്രിൻസിപ്പിൾ ഏതാ? ഇൻ ദ തേർഡ് പ്രിൻസിപ്പിൾ ആണ്. ദ തേർഡ് പ്രിൻസിപ്പിൾ പറയട്ടെ. തേർഡ് പ്രിൻസിപ്പിൾ ഏതാ? ദ തേർഡ് വൺ ഈസ് ഏതാ? മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ചോദ്യം വരും. മൂന്നാമത്തെ പേരെന്താ? മൂന്നാമത്തെ പേരെന്താ? ആലോചിച്ച് പറയുക. മൂന്നാമത്തെ പേരെന്താ? മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ദ പാർട്ടിസിപ്പേഷൻ. ദ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആലോചിച്ച് പറയുക. പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പറയേ എന്താ പാർട്ടിസിപ്പേഷൻ? ഇപ്പൊ എല്ലാ വീടുകളിൽ കയറി ഇറങ്ങി പറയാറുണ്ടോ? അതല്ലേ അല്ലേ? എല്ലാ ആക്റ്റീവ് പാർട്ടിസിപ്പൻസിന് വേണ്ടേ? ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് വേണ്ടെങ്കിൽ അവർ നേരത്തെ പോയി എൻകറേജ് ചെയ്യണം. വേണം. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഏതാ? നാലാമത്തെ വെരി വെരി ഇമ്പോർട്ടന്റ് മോട്ടിവേഷൻ. കഴിഞ്ഞ DHS സൈക്കോളജി ചോദ്യമാണ്. മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ലേണിങ്ങിനുള്ള ഡിസയർ കൂട്ടണ്ടേ? ആണ്ടേ അവരെ മോട്ടിവേറ്റ് ചെയ്യണം അല്ലേ? ഒരു കാര്യം പഠിക്കാൻ വേണ്ടി അതിന്റെ ആവശ്യം പറഞ്ഞു കൊടുക്കണ്ടേ? ഫോർ എക്സാമ്പിൾ, ഒരു കമ്മ്യൂണിറ്റി ഏരിയ പോയിട്ട് ഇൻ ദ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഇൻ ദ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെ കുറിച്ച് എടുത്തിട്ടുണ്ടോ? ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? ഇപ്പൊ ക്ലാസ് പണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിംഗിൽ പോയിട്ട് ഇൻ ദ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. ആ അതിനു വേണ്ടി അവരുടെ ഈ പറഞ്ഞ ബിഹേവിയർ മാറ്റാൻ വേണ്ടിയല്ലേ? അതും അവരുടെ ഈ പറഞ്ഞ ബിഹേവിയർ ചേഞ്ച് വരുത്താൻ വേണ്ടിയല്ലേ? അതും അവരുടെ ബിഹേവിയർ ചേഞ്ച് വരുത്താൻ വേണ്ടിയല്ലേ കൊടുക്കുന്നത്? ആണോ ഇല്ലയോടെ? ആലോചിച്ച് നോക്കി. അത് അയാളുടെ ബിഹേവിയറിന് മാറ്റം വരുത്താൻ വേണ്ടിയല്ലേ? കുട്ടികളുടെ എണ്ണം കുറയ്ക്കണ്ടേ? കുറയ്ക്കണം. അടുത്ത പ്രിൻസിപ്പിൾ ഏതാ? അടുത്ത അഞ്ചാമത്തെ കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കോമ്പൻസേഷൻ അല്ല. ആരുടെ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്? എവിടെ ആ പേരെവിടെ? നോക്കിയിട്ട് നാളെ പറഞ്ഞുതരാം, റെക്കോർഡ് പറഞ്ഞുതരാം. അവിടെ കോമ്പൻസേഷൻ അല്ല. പേരെന്താ? കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അവർ കേൾക്കുന്ന ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു എഡ്യൂക്കേഷൻ, അത് കേൾക്കുന്ന ആൾക്കാർക്ക് എന്താണ്? സിമ്പിളാ തോന്നണമെങ്കിൽ അവിടെ ഈസി ലാംഗ്വേജ് പറഞ്ഞു കൊടുക്കണ്ടേ? സിമ്പിളാ തോന്നണമെങ്കിൽ അവരുടെ ലാംഗ്വേജിൽ നമ്മൾ ഈസി ആയിട്ട് പറഞ്ഞു കൊടുക്കണം അല്ലേ? ലോക്കൽ ലാംഗ്വേജ് തന്നെ സിമ്പിളായി പറഞ്ഞു കൊടുക്കണം. അടുത്തവന്റെ പേരെന്താ? നെക്സ്റ്റ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയാൻ എന്താ? ഞാൻ ചെയ്യുന്ന കാര്യം ആർക്ക് പറയാം? റിപ്പീറ്റേഷൻ ഇന്റർവെൽ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് റെഗുലർ ഇന്റർവെല്ലില് റിപ്പീറ്റേഷൻ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. പറയുന്നു, വീണ്ടും പറയുന്നു, റെഗുലർ ഇന്റർവെൽ പറഞ്ഞു കൊടുക്കണം. അടുത്ത ഏഴാമത്തെ പേരെന്താ? ലേണിംഗ് ബൈ ഡൂയിങ്. ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സാമ്പിൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് പഠിക്കണം. അവിടെ LKG കൊടുക്കുമ്പോൾ അത് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളാകുമ്പോൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ പഠിപ്പിക്കണം അല്ലേ? അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് പഠിപ്പിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ചിലപ്പോൾ OMR എക്സാം എഴുതാൻ പറയുമ്പോൾ അത് ഇതിൽ വരുന്നതാണോ? നിങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് പഠിപ്പിക്കുന്നതല്ലേ? OMR എക്സാം എഴുതാൻ പറയുന്നത് നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ച് പഠിക്കുന്നതല്ലേ? ദ ലേണിംഗ് ബൈ ഡൂയിങ് അല്ലേ? ആണ്. അടുത്ത എട്ടാമത്തവന്റെ പേരെന്താ? സെറ്റിംഗ് ആൻ എക്സാമ്പിൾ അല്ലെ? ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അതൊരു എക്സാമ്പിൾ വെച്ച് പഠിപ്പിക്കുക അല്ലേ? ശരിയല്ലേ? എക്സാമ്പിൾ പഠിപ്പിക്കണ്ടേ? അടുത്ത പ്രിൻസിപ്പിൾ ഏതാ? അടുത്തവന്റെ പേരെന്താ? ദ ഫീഡ്ബാക്ക്.
ഇപ്പൊ എല്ലാ റെഗുലർ ഇന്റർവ്യൂലും ഞാൻ ചോദിക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് റെഗുലർ ആയിട്ട് ഫീഡ്ബാക്ക് എടുക്കണം, വാങ്ങിക്കണം. ഇത് പണ്ട് നിങ്ങൾ ഇതിന്റെ ഹെൽത്ത് ഏജ് കൊടുക്കുമ്പോൾ ഒരു പേപ്പറിൽ എഴുതി വാങ്ങിക്കാറില്ലേ? ഓർമ്മയുണ്ടെങ്കിൽ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്ത ശേഷം ഒരു പേപ്പറിൽ എഴുതി വാങ്ങിക്കാറില്ല അവരിൽ നിന്ന് ഫീഡ്ബാക്ക്? ഓർമ്മയുണ്ടെങ്കിലും പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്ത ശേഷം ഒരു പേപ്പറിനകത്ത് ആ ഒരു ഫീഡ്ബാക്ക് എഴുതി വെച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ട്? ഓർമ്മയുണ്ടെങ്കിലും ഇത് കോളേജിൽ പഠിക്കുമ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്ത ശേഷം ഒരു പേപ്പറിനകത്ത് അവർ ഫീഡ്ബാക്ക് എഴുതി വാങ്ങിക്കാറുണ്ട്. അതൊരു പ്രിൻസിപ്പിളായി. അടുത്ത പ്രിൻസിപ്പിൾ ഇതാ, ഹ്യൂമൻ റിലേഷൻ അല്ലേ? ഗുഡ് ഹ്യൂമൻ റിലേഷൻ ഒരു എക്സാമ്പിൾ ആണ്. അടുത്തേതാ 11ാമത്തെ നോൺ ടു അൺനോൺ അല്ലെ? നോൺ ടു അൺനോൺ എന്ന് പറയുമ്പോൾ എന്താ? നോൺ ടു അൺനോൺ എന്ന് പറയുമ്പോൾ സിമ്പിൾ ടോപ്പിക്കിൽ നിന്ന് ഹാർഡ് ടോപ്പിക്കിലോട്ട് പോകണം അല്ലെ? സിമ്പിൾ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ ആദ്യം വളരെ സിമ്പിൾ ലാംഗ്വേജിൽ സ്റ്റാർട്ട് ചെയ്യണം, പിന്നെ പതിയെ എന്ത് ചെയ്യണം? അവർക്ക് അറിഞ്ഞുള്ള ലാംഗ്വേജിലോട്ട് പോവാം. ദ നോൺ ടു അൺനോൺ ആണ് അടുത്ത കാൾ. അടുത്തത് 12 ഇൻ ലീഡേഴ്സ്. ഈ ഹെൽത്ത് എഡ്യൂക്കേഷനിൽ എപ്പോഴും അവിടുത്തെ ലോക്കൽ ലീഡേഴ്സ് അത്യാവശ്യമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് അറിയാം, ആശാ വർക്കറിന് എടുക്കാം, എക്സാമ്പിൾ തന്നെയാണ്. യെസ്, സോ ഇതാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ടോപ്പിക്. ക്ലിയർ ആയ എല്ലാവർക്കും? ഹെൽത്ത് എഡ്യൂക്കേഷൻ ടോപ്പിക് ക്ലിയർ ആയ? ആരും ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു? ഞാൻ ഇന്ന് താമസിച്ചിട്ടും ഈ പറഞ്ഞ ഇതിന്റെ ക്ലാസ് വേണ്ടെന്ന് വെച്ചില്ലേ? ശ്രദ്ധിച്ചായിരുന്നെങ്കിലും താമസിച്ചിട്ട് പോലും ഞാൻ ക്ലാസ് വേണ്ട എന്ന് വയ്ക്കാത്ത കാര്യം മനസ്സിലായി. ചില ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് വേണം നാളെ എടുക്കാം അങ്ങനെ പറയാം. ഇന്ന് താമസിച്ചു, നാളെ എടുക്കാം എന്ന് പറയാമായിരുന്നു. ആണോ ഇല്ലയോ? ഇന്നിനി വേണ്ട, ഇന്നിനി സമയം താമസിച്ചു കഴിഞ്ഞു, വേണ്ട, അത് നാളെ എടുത്ത് പഠിക്കുമല്ലോ. പക്ഷെ ആ സമയം കഴിഞ്ഞിട്ടും ഞാൻ പഠിപ്പിക്കാൻ കാരണം ചില ടോപ്പിക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഒരു ദിവസം മുമ്പേ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്, ശരിയല്ലേ? ചില കാര്യങ്ങൾ ഒരു ദിവസം മുൻപേ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. പഠിക്കുക. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഒരു ചെറിയ ടോപ്പിക്കാണ്, 1 മണിക്കൂറുള്ള ചെറിയ ടോപ്പിക്കാണ്, ഒരു 10-12 പേജ് പോലും ഇല്ല. സോ താങ്ക് യു സോ മച്ച്. ഇതാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ടോപ്പിക്. ക്ലിയർ ആയല്ലോ? എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.